മകയിരത്തിന്റെ അവസാനവും തിരുവാതിരയും പുണർത്തിന്റെ ആദ്യ ഭാഗവും കൂടിക്കഴിഞ്ഞ മിഥുനക്കൂറുകാർക്ക് ഇപ്പൊ ലഗ്നത്തിൽ വ്യാഴം സഞ്ചരിക്കുക, 3-ാമിടത്ത് കേതു സഞ്ചരിക്കുക, 9-ാമിടത്ത് രാഹു സഞ്ചരിക്കുക, കർമ്മസ്ഥാനത്ത് ശനി സഞ്ചരിക്കുക 10-ല്. ശരിക്കും നിലവിൽ എല്ലാ മിഥുനക്കൂറുകാർക്കും നിലവിൽ കണ്ടകശനിയാണ്. കണ്ടകശനി സഞ്ചരിക്കുന്ന സമയമാണ്. ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം വ്യാഴം 2-ാം ഭാവത്തേക്ക് ഇടവമാസം 19-ാം തീയതിക്ക് ശേഷം, അടുത്ത വർഷത്തെ ഇടവമാസം 19-ാം തീയതിക്ക് ശേഷം വ്യാഴം 2-ാം ഭാവത്തേക്ക് വരികയാണ്. അപ്പോൾ വ്യാഴത്തിന്റെ ഇനി വരുന്ന പകർച്ച ശരിക്കും മിഥുനക്കൂറുകാർക്ക് നല്ല ഗംഭീരമായ അവസ്ഥയാണ് ഉണ്ടാക്കണേ. സാമ്പത്തികപരമായി ഈ വർഷത്തിന്റെ അവസാനമൊക്കെ ആയിക്കഴിഞ്ഞാൽ സാമ്പത്തികപരമായി വളരെ നേട്ടങ്ങൾ ഉണ്ടാവുക, ഐശ്വര്യങ്ങൾ ഉണ്ടാവുക, പുതിയ സ്ഥലങ്ങൾ മേടിക്കുക, വാഹനങ്ങൾ മേടിക്കുക, ജോലി കിട്ടുക, വിദേശയാത്ര സഞ്ചരിക്കുക, നല്ല നല്ല മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുക, സന്തോഷകരമായ ജീവിതം ഉണ്ടാവുക, രോഗങ്ങൾക്കൊക്കെ മുക്തി ലഭിക്കുക, അങ്ങനെ പല കാര്യങ്ങൾക്കും മിഥുനക്കൂറുകാർക്ക് നടക്കാൻ പറ്റിയ സമയമാണ്. കുടുംബത്ത് തന്നെ മംഗളകർമ്മം നടക്കാൻ പറ്റിയ കാലഘട്ടവും കൂടിയാണ് ഈ വരുന്ന അടുത്ത ചിങ്ങം തൊട്ട് കർക്കിടകം വരെയുള്ള അവസാന കാലയളവ് തൊട്ട്. 10-ല് ശനി നിൽപ്പുണ്ട്. അത് കാരണം തന്നെ ശിവക്ഷേത്ര ഭജനവും അയ്യപ്പ ഭജനം, ഗണപതി ഭജനം ഇതൊക്കെ ചെയ്യുന്നത് ഈ കണ്ടകശനിയുടെ ദുരിതങ്ങൾ കുറയ്ക്കാൻ നല്ലതാണ്. കണ്ടകശനി അത്ര കേമായിട്ട് അവർക്ക് ഉപദ്രവമാവില്ല വ്യാഴക്ഷേത്രത്തിൽ നിൽക്കണ ആയതുകൊണ്ട്. എങ്കിൽ പോലും അവര് ഈ ഹനുമാൻ ഭജനം, ഗണപതി ഭജനം ഒക്കെ ചെയ്തു പോകണ നല്ലതാണ്. ഇപ്പൊ നിലവില് ഈ ലഗ്നത്തിൽ വ്യാഴം നിൽക്കണ കാരണം കൊണ്ട് വ്യാഴാഴ്ച വൈഷ്ണവ ക്ഷേത്ര ദർശനങ്ങളും നാരായണനാമ ജപാദികളും കൂടുതൽ ചെയ്യുന്നത് കുറച്ചുകൂടി ശ്രേയസിന് കാരകത്വം വയ്ക്കും. കുറച്ചുകൂടെ നന്മ ഐശ്വര്യം ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് മിഥുനക്കൂറുകാർ അങ്ങനെ ചെയ്തു പോവുക. ശനിയാഴ്ച നിർബന്ധമായിട്ട് ശനിയാഴ്ച അയ്യപ്പനെയോ ശാസ്താവിനെയൊക്കെ അയ്യപ്പനെ, ശാസ്താവിനെ, മഹാദേവനെയൊക്കെ തൊഴുതു പോകുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ കുറച്ചുകൂടി അതൊരു ഭാഗ്യാഭിവൃദ്ധിക്ക് നന്മയുണ്ടാകാനുള്ള വഴിയുണ്ട്.